കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം നിർമ്മിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെന്ന് ആക്ഷേപം. തിടപ്പള്ളിയിൽ നിർമ്മിക്കേണ്ട കരിപ്രസാദം തൊട്ടടുത്ത വാടക വീട്ടിൽ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയെന്നാണ് പരാതി. ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകരാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. പ്രതിഷേധിച്ച പ്രവർത്തകർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ തടഞ്ഞു വെച്ചു. മേൽശാന്തി വാടകയ്ക്കെടുത്തിട്ടുള്ള കെട്ടിടമാണെന്നും കെട്ടിട ഉടമസ്ഥൻ പറയുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ മുറിയിൽ പ്രവേശിച്ച് പരിശോധിച്ചതിൽ ഒരു പാത്രത്തിൽ ചന്ദനം, കരിപ്രസാദം, വാട്ടിയ വാഴയിലകൾ, പ്രസാദം നൽകുവാനായി തയ്യാറാക്കി സജ്ജീകരിച്ചിരുന്ന പ്രസാദങ്ങൾ, അട്ടിയിട്ട് വച്ചിരുന്ന നെയ് കുപ്പികൾ, എണ്ണ, സാമ്പ്രാണിത്തിരികൾ, കേടുപാട് പറ്റിയ ജീവിത 1, തലയിൽ കെട്ടൊന്ന്, അകത്തെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ, മുറിയിൽ ഇപ്രകാരം പ്രസാദം തയ്യാറാക്കിക്കൊണ്ടിരുന്നവരുടെ എന്ന് കണക്കാക്കുന്ന 2 മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഗണപതി അമ്പലത്തിൽ കൊടുക്കേണ്ട പ്രസാദമാണ്. ഇതല്ല, പ്രസാദം വേറെ ആയിരുന്നു. ഇതിനകത്ത് ചന്ദനമുണ്ട്, ഭസ്മമുണ്ട്, അതുകൊണ്ട് കറുത്ത പൊട്ടുമുണ്ട്. ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ നിന്ന് ഉണ്ടാക്കിയാണ് ഇപ്പം ഇത് പൊളിച്ച് അകത്തേറി പോലീസുകാരിൽ വന്നിട്ടാണ് അകത്ത് കയറി നോക്കിയപ്പോഴാണ് കള്ളൂപ്പി അടക്കമുണ്ട്, ഭക്തിയാനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ചന്ദനത്തിൽ, അത് കഴിഞ്ഞിട്ട് നെയ്യ്, സകലമാന സാധനം അവിടെ, ഒരു നെറ്റിപ്പട്ടം, ഒരു ജീവിതം ഒരുക്കുന്ന സാധനം എല്ലാം അവിടെ കിടക്കുക. ശരി, ഇതകത്ത് ഉണ്ടാക്കുന്നത് മാഡം കണ്ടിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? മാഡം പറയുന്നു ഇതകത്ത് ഉണ്ടാക്കേണ്ടതാണെന്ന് മാഡം പറയുന്നു. ഇതകത്ത് ഉണ്ടാക്കുന്നുണ്ടോ, എങ്ങനെ ഉണ്ടാക്കുന്നു മാഡം പരിശോധിച്ചിട്ടുണ്ടോ? അപ്പൊ ആരുടെ തെറ്റാണ്? ആരുടെ തെറ്റാണ് അത് പറയൂ, ആരുടെ തെറ്റാണ്? ഈ മഹാഗണപതി ക്ഷേത്രത്തിന്റെ പ്രസാദം എന്ന് പറയുന്ന കരിപ്രസാദം ദേവസ്വം മാനിൽ അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലാണ് അത് തയ്യാറാക്കേണ്ടത്. മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് അത് തയ്യാറാക്കേണ്ടത്. ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയാണ് ചെയ്യേണ്ടത്. ഗണപതി ഹോമത്തിൻ്റെ കരിപ്രസാദമാണ് ഭക്തജനങ്ങൾക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നത്. ഭക്തജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ഈ ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഹോമത്തിൻ്റെ കരിപ്രസാദമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളുടെ അന്വേഷണത്തിൽ ഈ കരിപ്രസാദം ഈ കാണുന്ന വൃത്തിഹീനമായ സ്ഥലത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് കരിപ്രസാദത്തിൻ്റെ പ്രസാദ വഴിപാടുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ന് വൈകിട്ടും നാളെ രാവിലെ നാളെ കൊടുക്കാനുള്ള ബിസിനസ്സാണ്. 20 രൂപ കൊടുക്കുന്നവർക്ക് ഇതും, 50 രൂപ 100 രൂപ കൊടുക്കുന്നവർക്ക് ട്യൂഷനല്ലേലും. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിയായിട്ടുള്ള AO അടക്കം അടിയന്തരമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണ വിധേയമാകുക. ഉദ്യോഗസ്ഥർ AO അടക്കം കീഴുദ്യോഗസ്ഥർ, ഇതിന്റെ ഉത്തരവാദികളായിട്ടുള്ള എല്ലാ അധികാരികൾക്കും അടിയന്തരമായി സസ്പെൻഷൻ, സർവീസിൽ നിന്ന് മാറ്റിക്കൊണ്ട് അന്വേഷണം, ശക്തമായിട്ടുള്ള വിജിലൻസ് അന്വേഷണം അടക്കം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിനീഷ് കൊട്ടാരക്കരയിൽ നിന്നും ചേരുന്നു. വിനീഷ്, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ സവിശേഷമായ ആചാരരീതികളുണ്ട്. മാത്രമല്ല, ഈ പ്രസാദമൊക്കെ സാധാരണ ശ്രീകോവിലിനുള്ളിൽ തന്നെ തയ്യാറാക്കുന്നു. ഇതാണല്ലോ നമ്മൾ കണ്ടുവന്നിരുന്നത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം എന്താണ്? ആ വീഴ്ച അവർ അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായും സജിത്ത്, ഇന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഭക്തർക്ക് വലിയ രീതിയിൽ വിഷമമുണ്ടാകുന്ന തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം സമീപത്തെ വാടക വീട്ടിൽ നിർമ്മിക്കുന്നത് കരിപ്രസാദം, ചന്ദനം, ഭസ്മം എന്നിവയാണ് വൃത്തിഹീനമായ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയും BJP പ്രവർത്തകരുമാണ് സംഭവം അറിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഒരു ഭക്തനാണ് ആദ്യം ഇത് കാണുന്നത്. ഉടൻ തന്നെ ഇവർ നാട്ടുകാരെ വിവരം അറിയിക്കുന്നു. അപ്പോഴാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ ഇടപെട്ട് അവിടെ എത്തുന്നത്. വീടിനുള്ളിൽ നിന്നും മദ്യക്കുപ്പികളും 2 മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഈ പ്രസാദം നിർമ്മിക്കുന്ന വസ്തുക്കളും അത് കണ്ടെത്തി. ഇതെല്ലാം വൃത്തിഹീനമായ ായിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നതെന്നും കണ്ടെത്തിയിരിക്കുന്നു. ഈ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരെ കണ്ടുടനെ ഇവർ വീട് പൂട്ടി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ സ്ഥലത്തെത്തിയ ദേവസ്വം അധികൃതരെ BJP പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. കൊട്ടാരക്കര പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അങ്ങനെ വിശദമായിട്ടുള്ള തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ വീട് തുറന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. തുടർന്ന് പ്രതിഷേധം ശക്തമായതോടുകൂടി വീട് പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ദേവസ്വം അധികൃതർ റിപ്പോർട്ട് നൽകിയ ശേഷം ദേവസ്വം വിജിലൻസിന്റെ പരിശോധന ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും എല്ലാം ഉടൻ തന്നെ തിരിച്ചുവിടണം എന്നാണ് BJP പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട്.
വിനീഷ്, ഈ മേൽശാന്തിയുടെ ചുമതലയിലുള്ള കാര്യമല്ലേ ഈ പ്രസാദം തയ്യാറാക്കൽ? സാധാരണ ശ്രീകോവിലിനോ അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തോ ആണ് നമ്മൾ സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതെങ്ങനെയാണ് ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്തേക്ക് പോയത് എന്നതാണ് ചോദ്യം. അതിൽ അവരുടെ വിശദീകരണം എന്താണ്? ദേവസ്വം ഇക്കാര്യത്തിൽ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ദേവസ്വം കൃത്യമായിട്ട് അവർക്ക് ഒരു ബോധ്യമായിട്ടുണ്ട്. കാരണം മുൻപും ഇത്തരത്തിലുള്ള സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഭക്തജനങ്ങളടക്കം ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു വീട്ടിൽ നിന്നും ആണ് ഇത്തരത്തിലുള്ള പ്രസാദങ്ങൾ നിർമ്മിച്ചിരുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ പ്രസാദം കൊണ്ടുവരുന്നതടക്കം ഭക്തർ കൊണ്ടുവരുന്നതടക്കം ഇതിന്റെ ദേവസ്വം അധികൃതരെ ഭക്തർ അറിയിച്ചിട്ടുണ്ടായിരുന്നു മുൻപും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഒരു ആരോപണവും ഉയർന്നു വന്നിരിക്കുന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രസാദം എന്ന് പറയുമ്പോൾ അത് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും തയ്യാറാക്കി, അതായത് ഗണപതി ഹോമവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന കരിപ്രസാദമാണ് ഭക്തർ വലിയ രീതിയിൽ ഭക്ത്യാദരപൂർവ്വം വാങ്ങുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിൽ അവർക്കൊരു മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ മറ്റൊരു വീട്ടിൽ നിർമ്മിക്കുന്നു. ഇത് ഒരു ഇലയിൽ, വാട്ടിയ ഇലയിൽ കൊണ്ടുവരുന്നു, ക്ഷേത്രത്തിനുള്ളിൽ കുഴിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം എന്ന മട്ടവണം കൊടുക്കുന്നു. ഇതൊക്കെ ശരിക്കും വലിയ രീതിയിൽ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നതും. എന്തായാലും ഇതിന്റെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ഇപ്പോൾ ക്ഷേത്രം, അതായത് ക്ഷേത്രോപദേശക സമിതിയൊന്നും ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള അവരുടെ കാലാവധി കഴിഞ്ഞതോടുകൂടി ക്ഷേത്രോപദേശ സമിതിയൊക്കെ പിരിച്ചുവിട്ട സാഹചര്യമുണ്ട്. തുടർന്ന് അത്തരത്തിലുള്ള നടപടിയിലേക്കും ക്ഷേത്രോപദേശ സമിതി തെരഞ്ഞെടുപ്പ് ഒന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരാണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നതും. അപ്പോൾ അതിൽ ചില വീഴ്ചകളാണ് ഇത് എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഈ ദേവസ്വം വിജിലൻസ് അടക്കം ഇതിൽ അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്ന് ശേഖരിച്ചതും സമർപ്പിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നു. സഹിതം വിനീഷ്, ഇത് ദേവസ്വം ബോർഡ് ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ കൃത്യമായ ചട്ടങ്ങൾ ഉണ്ടാവും. ഈ പ്രസാദം തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ ചട്ടമുണ്ടാവും. ഒരുപക്ഷേ ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ പരിശോധനകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുകൂടി വേണ്ടേ മനസ്സിലാക്കാൻ. കൃത്യമായൊരു വീഴ്ച സ്വാഭാവികമായും വിശ്വാസികളെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാഴ്ചകൾ തന്നെയാണത്, തർക്കമില്ല. അതിൽ ഈ ദേവസ്വം അധികൃതർ ഈ വിഷയത്തിൽ ആ തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഇതിൽ തുടർന്ന് ദേവസ്വം വിജിലൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റു നീക്കങ്ങളോ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൽ അഴിമതി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം പ്രധാന വഴിപാടാണ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. വൃത്തിഹീനമായി, അതായത് ഗുണനിലവാരമില്ലാത്ത എണ്ണ ഉപയോഗിച്ച് ഉണ്ണിയപ്പം നിർമ്മിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിയപ്പം മറിച്ചു വിൽക്കുന്നു എന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് വിജിലൻസിന്റെ ഒരു അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അങ്ങനെ വിജിലൻസ് കൈയോടെ പിടികൂടിയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇത് വലിയൊരു അലംഭാവം തന്നെയാണ് ഈ ദേവസ്വം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ രീതിയിൽ വാർത്തകൾ ദേവസ്വം ബോർഡിനെതിരെയൊക്കെ വരുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പ്രസിദ്ധമാണ്. അവിടുത്തെ വഴിപാട് ഇങ്ങനെ ക്ഷേത്രത്തിന് പുറത്ത് പ്രസാദം തയ്യാറാക്കുന്നു എന്നതാണ് ആക്ഷേപം. ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ കൃത്യമായി വിശദീകരിക്കേണ്ടി വരും അധികൃതർ.